ഹായ് എവരി വൺ. ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ എന്നെ കണ്ടിട്ട് കുറച്ചധികമായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങുന്ന കാലത്ത് കാറിനകത്തൊക്കെ കയറുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ഈ റൂമിൽ ഈ സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ആ നൊസ്റ്റും എനിക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. കാർ സർവീസിന് പോയതുകൊണ്ടാണ് ബാക്ക് ടു ദിസ് റൂം ഈ ഒരു ഫ്രെയിമിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല, അഷ്കർ ടെക്കി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ കിക്കിനെ പറഞ്ഞും എന്നെ പറഞ്ഞൊക്കെ കുറേ മെൻഷനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ഇത് DM ചെയ്തതുണ്ട്. കരിപ്പൊടിയുടെ ലോട്ടറി സ്കാം, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ തംബ്നെയിൽ. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ വീട് ടിക്കറ്റ് വെച്ച് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സ്കീമിലാണ് ഈ വീഡിയോ ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അഷ്കർ ടെക്കി ഇതൊരു ലോട്ടറി സ്കാം ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ പ്രൊഫൈൽ ഇതേപോലത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സിനിമയുടെ ടിക്കറ്റ്, നമ്മളൊരു സ്നേഹം, നല്ല ഹൈപ്പിൽ ഇറങ്ങുന്നൊരു പടത്തിന് നമ്മളെ സിനിമയോടുള്ളൊരു സ്നേഹവും ആളുകളോടുള്ളൊരു സ്നേഹം കൊണ്ട് മക്കളെ നിങ്ങൾ കമൻറ്റ് ഇട്ടു. അത് നമ്മൾ ആരെയും കണ്ട് നിർബന്ധിച്ച് ഫോളോ ചെയ്യണമെന്നൊന്നും പറയാറില്ല. ഓക്കെ, നിങ്ങൾ മെസ്സേജ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ ആയി കഴിഞ്ഞ് നിങ്ങൾ അൺഫോളോ അടിച്ച് പോയിക്കോ. ടിക്കറ്റ് നമ്മൾ എന്ത് തരാം, നിങ്ങൾക്ക് തരാം. ഒരു 5 ടിക്കറ്റ് 10 ടിക്കറ്റ് സിനിമ ടിക്കറ്റ്. അല്ലാത്ത പക്ഷം ഒരു ഗിവ് അവേ അല്ലെങ്കിൽ ഇതേപോലെ വലിയ രീതിയിൽ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പരിപാടി, ഈവൻ ചാരിറ്റിയുടെ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവിനൊന്നും ഏതെങ്കിലും ഒരു ചാരിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് എന്നുള്ള രീതിക്ക് നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കും. ഞാനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും താല്പര്യമില്ല. ഓക്കെ, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സാധനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഇതിലൊരു ഓഡിറ്റ് വെക്കുക എന്ന് പറഞ്ഞാലും അത്യാവശ്യം മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ എന്തൊക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കാനും കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പ്രൊമോഷൻസോ പരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പണിയും ചെയ്യാറില്ല. ഫൈൻ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം, ഈ ഒരു വീടിൻ്റെ കാര്യം, ഓബിയസ്ലി ഖാദർ കരിപ്പൊടി, മൊയ്നൂസ് വ്ളോഗ്, KL ബിജു, പാണ്ടിക്കാട് കുഞ്ഞാൻ ഒക്കെ എനിക്ക് അറിയുന്ന ആളുകളാണ്. സോ ഓൾമോസ്റ്റ് നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ലീഗലാണോ, ഇതിൻ്റെ ലീഗൽ സൈഡ് ഉണ്ടോ? എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല, നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയരുത്, എന്നെ പുഷ് ചെയ്യരുത്, എനിക്ക് താല്പര്യമില്ല. അപ്രന്റ് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയും. പക്ഷേ ലീഗലാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് കേരളത്തിൽ ഇത് ലീഗലായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ചായപ്പൊടി ലോട്ടറി, ബോച്ചെ ടീ ലോട്ടറിക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ സമാന്തര ലോട്ടറി എന്ന് പറഞ്ഞ പരിപാടി, ഈ കുത്തു ലോട്ടറി, എഴുത്ത് ലോട്ടറി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ച വ്യക്തിയാണ്. ലക്കി ഡ്രോകൾ തന്നെ, ആളുകളെ പറ്റിക്കുന്ന ലക്കി ഡ്രോ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അവരോട് ചോദിക്കാതിരിക്കില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന സമയത്ത് കർണാടകയിലാണ് ഇത് നടക്കുന്നത്, ഇത് ചെയ്യുന്നത്, കർണാടകയിൽ ഈ ലോട്ടറി സീൻസ് ഇല്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് എനിക്ക് പേഴ്സണലി ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ശരി, ലൈക്ക് കർണാടകയിൽ അതിൻ്റെ സീനുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ജീവിച്ച ഒരാളാണ്. ഞാൻ എവിടെയും ബാംഗ്ലൂർ ഒരു ലോട്ടറി കച്ചവടക്കാരനെ അന്നേ കാലങ്ങളിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണാനില്ല. ഇനിയിപ്പോൾ മേ ബി ഇതേപോലത്തെ ഒരു ലക്കി ഡ്രോ ചെയ്യുന്നത് കൊണ്ട് കർണാടകയിൽ ഇനി നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ അന്വേഷിച്ച് കാണുമല്ലോ. ഞാൻ ചോദിക്കുന്ന സമയത്ത് പലരും കർണാടകയിൽ ഇതൊരു വിഷയമല്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞാനും അതത്ര കാര്യമാക്കിയില്ല. പിന്നെ ഇവരൊക്കെ ചെയ്യുന്നത് ഒരു ചാരിറ്റി എന്ന് പറഞ്ഞൊരു പർപ്പസിലേക്ക് ഈ സാധനങ്ങൾ വെച്ചിട്ടാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു വ്യക്തി വളരെ രോഗിയായിരിക്കും, അല്ലെങ്കിൽ വളരെ ഹൈ ക്ലാസ് ലിവിങ് സ്റ്റാൻഡേർഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന നല്ല അൾട്രാ റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പകുതിയിൽ അയാൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു, വീട് ജപ്തിയിലേക്ക് വരുന്നു, അസുഖം കാരണം ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പൈസയ്ക്ക് അത്യാവശ്യം വരുന്നു. അപ്പോൾ ആ ടൈമിൽ അയാളുടെ അസറ്റ്സ് മൊത്തം ഇതേപോലൊരു കൂപ്പൺ വെച്ച് വിൽക്കുന്ന കാര്യത്തിന് സപ്പോർട്ട് എന്നുള്ള രീതിക്കായിരിക്കണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസിന് അടിയിലൊക്കെ നിങ്ങളൊരു നെഗറ്റീവ് ഷെയ്ഡ് ഇന്നേ വരെ ഇതിനെക്കുറിച്ച് ഒരാളും നെഗറ്റീവായിട്ട് പറയാതിരുന്നതും എനിക്കടക്കമുള്ളവർക്ക് വിസിബിളി ഇതൊരു നെഗറ്റീവ് ഫീൽ അടിക്കാത്തതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം. കാരണം അധികവും ഇതൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും ഈ വീഡിയോസ് മൊത്തം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അഷ്കർ ടെക്കിയുടെ വീഡിയോ ഒന്ന് കാണാം. ഇതിൽ അഷ്കർ ടെക്കിയുടെ വീഡിയോനകത്ത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അഷ്കർ ടെക്കി ഇതിനു മുമ്പ് ഒരു ആനയുടെ കാര്യം പറഞ്ഞ സമയത്തും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഞാനതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റിയോ, അഷ്കർ ടെക്കി നമ്മളെ ഭാഗത്തുനിന്നുണ്ടായ ഏതൊക്കെ മിസ്റ്റേക്കുകൾ എടുത്ത് കാണിച്ചോ ആ കാര്യത്തിനൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി അങ്ങനെ ഒരു കാര്യം നമ്മളെ ഭാഗത്തുനിന്ന് സംഭവിക്കില്ല എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, കിക്കിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഞാൻ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയ്ക്കും എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്ക് ഒരു കോണ്ടന്റ് ഇപ്പോൾ ചില വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനെ അൺവാണ്ടഡ് ആയിട്ട് ബുള്ളി ചെയ്യുന്ന ഒരു സാധനം എന്നൊക്കെ ആകുമ്പോൾ ലൈക്ക് ജാസ്മിൻ്റെ ഒക്കെ കേസ് ഉണ്ടായ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിലൊന്നും അങ്ങനെയല്ല. ബിക്കോസ് ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ എനിക്ക് ഈ വിഷയങ്ങൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വെക്കണം എന്നുള്ളൊരു അത്യാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നത് കൊണ്ട് ഞാനിതിൽ റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് അഷ്കർ ടെക്കി ഇട്ട ആന വിഷയത്തിൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റീൻ്റെ കാര്യമൊക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലിയർ കട്ട് വേർഷൻ, എൻ്റെ അഭിപ്രായം അതിൽ പറഞ്ഞത്. ഇതിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കരിപ്പൊടിയുടെ ലോട്ടറി സ്കാം ഞാൻ ആഗ്രഹിച്ചു കെട്ടിയ വീടാണ്. കടം തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കുറവ് പോലും പറയാനില്ല. അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. 2 കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത്. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക. 1000 രൂപ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനങ്ങൾ. 4555 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. നല്ല ആംബിയൻസ് ഉള്ള വീടാണ്. മെയ് 27 തന്നെ നെറുക്കെടുക്കുന്നതാണ്. ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. അല്ല കരിപ്പൊടി, ഞാനൊരു ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഒരു സ്കാമിന് കൂട്ടു നിൽക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ ഒരു വീട് വിറ്റിട്ട് അവരുടെ കടം തീർക്കാമായിരുന്നില്ല. ഇതിപ്പം നാട്ടുകാരുടെ അടുത്തുനിന്ന് മുഴുവൻ പണം മേടിച്ചിട്ട് അവരെ പറ്റിക്കുന്ന രൂപത്തിലാണ്. സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സ്കാം. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് വീട് വിൽക്കുന്നത്. വീട് വിൽക്കുന്നതായിട്ട് ആ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ 1000 രൂപ കൊടുത്തൊരു കൂപ്പൺ എടുക്കുക. അപ്പം എത്ര കോടിയുടെ വീടാണെന്നാണ് പറഞ്ഞത്? 2 കോടിയുടെ. 2 കോടിയുടെ വീട് എന്ന് പറയുമ്പോൾ 20,000 ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 20,000 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടതിപ്പം 1 മില്യൺ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ 20,000 ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. 20,000 പേര് 1000 രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് പോലും കിട്ടാതെ ടിക്കറ്റ് എടുത്ത് അതിൽ ഒരാൾക്ക് മാത്രം ഈ ഒരു വീട്, ബാക്കി എന്താ 65 സമ്മാനങ്ങളുണ്ടെന്ന് പറയുന്നു. അതിൽ കുറച്ച് കാറ്, ബൈക്ക്, അത് ഇതൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ ആളുകൾക്ക് പോയി. ബാക്കിയുള്ള ആളുകളുടെ 1000 രൂപ സ്കാം. എന്താ ഈ വീട് സുഖസുന്ദരമായിട്ടൊരു റിയൽ എസ്റ്റേറ്റ് ടീമിനെ ഏൽപ്പിച്ചത് വിൽക്കാൻ പറ്റൂലേ? പറ്റും. എന്നാലോ പറഞ്ഞ പൈസ പോരാ, അതിൻ്റെ മുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉഡായിപ്പുകൾ നടത്തണം. എവിടെ? കർണാടകയിൽ. മിസ്റ്റർ ഖാദർ കരിപ്പൊടി, താങ്കൾ ഒരുപാട് പുരോഗമനം വിളമ്പുന്നത് യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, തലക്കകത്ത് മണ്ണാണോ, കളിമണ്ണാണോ? 2007 കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. 2007 HD കുമാരസ്വാമി മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഈ ഒരു നിരോധനം അവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള ലോട്ടറിയും അവിടെ അനുവദിക്കുന്നതല്ല. 2021 കൂടി ഈ ഒരു നിയമം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഈ അടുത്ത് കർണാടകയിൽ കേരളത്തിലുള്ള ലോട്ടറി ബ്ലാക്കിന് വിറ്റിട്ട് അവിടെയുള്ള ഒരു ഷോപ്പിലുള്ള ആളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ലോട്ടറി അവിടെ പറ്റില്ല. ഓക്കെ, അപ്പോൾ അഷ്കർ ടെക്കി പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ ലോട്ടറി പറ്റില്ല. ഇനി ഇതൊരു ലോട്ടറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വിഷയങ്ങളിൽ നിരന്തരമായിട്ട്, ഇപ്പോൾ ബോച്ചയുടെ ലക്കി ഡ്രോയിലടക്കം അത് കൂപ്പണാണ്, ലക്കി ഡ്രോ കൂപ്പണാണെന്നൊക്കെ പറഞ്ഞ സമയത്തും ഇതൊരു സമാന്തര ലോട്ടറി സെറ്റപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാര്യം എന്നുള്ള സ്റ്റാൻഡ് നിന്നൊരു വ്യക്തിയാണ് ഞാനും അതേ സ്റ്റാൻഡ് നിൽക്കുന്നു. ഇതൊരു ലോട്ടറി സെറ്റപ്പിൽ തന്നെയാണ് ഈ സംഗതി പോകുന്നത്. ഒരു ലക്കി ഡ്രോ ആണ്. ലക്കി ഡ്രോ മീൻസ് ഒരു ലോട്ടറിയാണ്. നമ്മൾ ലോട്ടറി അടിച്ചു, ലക്കി ആണെങ്കിൽ കിട്ടും എന്നുള്ള പറയുന്ന അതേ സെറ്റപ്പിൽ പോകുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു നിയമപരമായിട്ടുള്ള കർണാടകയിൽ ഈ സംഗതി ബാൻഡാണ് എന്നുള്ളൊരു വിഷയം ഇവിടെ അഷ്കർ ടെക്കി എടുത്ത് പറയുമ്പോൾ അത് 100% അത് മനസ്സിലാക്കണം. നമ്മൾ അതിനോട് യോജിക്കണം. ഇതിന് മുന്നോട്ട് പോകുന്ന
അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന ആളുകളോട്, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിയമവശം എല്ലാം നോക്കിയിട്ട് നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഓക്കെ, നിയമത്തിന് വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ നിയമത്തിന് മുകളിലോ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് വേണം നിർബന്ധമായിട്ട്. കമ്മിങ് ടു ദിസ് കേസ്, ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണല്ലോ, ഈ ഖാദർ കരിപ്പൊടി ആണെങ്കിലും മൊയ്നൂസ് വ്ലോഗ് ആണെന്നുണ്ടെങ്കിലും KL ബിജു ബ്രോ ആണെങ്കിലും പാട്ടിക്കാട് കുഞ്ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്കും ഈ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അറിവിൻ്റെ കമ്മി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ, ഈ വീഡിയോ ആർക്ക് വേണ്ടിയാണോ ചെയ്തത്, ആരാണോ ഈ വീട് ലക്കി കൂപ്പൺ വെച്ച് വിൽക്കുന്നത്, ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അയാൾക്ക് അത്യാവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവരിത് ടേക്കപ്പ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. കർണാടക ആൻഡ് കേരള ഇതിൻ്റെ ലോട്ടറി ആക്ട് നിയമങ്ങൾ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചായപ്പൊടി വിറ്റ് അത് ലക്കി ഡ്രോ ആക്കിയ സമയത്ത് അതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഓക്കെ, കേരളത്തിലടക്കം അയാൾ ആ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്തത്. ഫൈൻ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടിയും പഠിക്കേണ്ടിയിരുന്നു. ആ തെറ്റവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാനാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പും ഇവർ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്നതും പ്ലാൻ ചെയ്യുന്നതും ഇത് ചെയ്തിട്ട് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഞാനും ചോദിച്ചിട്ടുണ്ട്. കാരണം നിയമപരമായിട്ട് എന്ത് വേർഷനാണ്, നിയമത്തിൻ്റെ വേർഷൻ എന്താണ് ഇതിനകത്തുള്ളത്? ഇതിൽ ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ, ഒരു മനുഷ്യത്വത്തിൻ്റെ കൺസിഡറേഷൻ മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഭയങ്കര നന്മ നിറഞ്ഞിട്ടുള്ളത്. ഞാൻ പല വീഡിയോസും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് ഈ വീടോ കാര്യങ്ങളോ ഇല്ല, ഞാനൊരു 1000 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇയാളുടെ ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, ഞാനൊരു 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നത് എനിക്ക് ഇത് ലക്കി ഡ്രോയിൽ അടിച്ചാലും ഞാൻ ഈ വീടും സ്ഥലം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നവർ വരെ ഇങ്ങനത്തെ ലക്കി ഡ്രോ വീട് ഒരു 1000 രൂപയുടെ കൂപ്പൺ വെച്ച് വിൽക്കുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നോട് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും അച്ഛനും, എൻ്റെ അച്ഛൻ റീസെൻ്റ്ലി ആണ് ഗൾഫിൽ നിന്ന് വന്നത്. സോ ഇതേപോലൊരു വീഡിയോ കണ്ട സമയത്ത് കാരണം ഇതേപോലെ ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് കുറച്ച് ടിക്കറ്റ് എടുക്കണം, എനിക്ക് ഈ വ്ളോഗറിനെ അറിയുമെന്ന് വെച്ചിട്ട് വേറൊരു വ്ളോഗറിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 5 ടിക്കറ്റ് എടുക്കും 1000 രൂപേൻ്റെ 5000 രൂപയ്ക്ക്, എനിക്ക് അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അടിച്ചാലും ഞാൻ ആ വീട് അയാൾക്ക് തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു നന്മയുടെ ഓറ ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ചെയ്യുന്ന ആളുകളും മേ ബി ആ ഒരു നന്മയുടെ ആസ്പെക്റ്റ് വെച്ച് ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഖാദർ കരിപ്പൊടിയുടെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഖാദർ ഇപ്പം നിങ്ങൾക്ക് ഇത് വെളുപ്പിക്കാൻ പറയുന്നതാണെന്നോ അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ഇറങ്ങിയെന്നൊക്കെ പല വേർഷൻസും ഇതിനകത്ത് പറയും. പക്ഷെ ഞാൻ എനിക്ക് കൃത്യമായി അന്വേഷിച്ച് എൻ്റെ അറിവിൽ വന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയണം. ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ഇതിലൊരു വേറെ വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യുമായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. ആ വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഒരു പൈസ മേടിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തതിന് 1 രൂപ പോലും ആ വ്യക്തി മേടിച്ചിട്ടില്ല. ആ വ്യക്തി എന്നോട് പറഞ്ഞത്, സായി നിയമപരമായിട്ട് അഷ്കർ ടെക്കി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്കും മനസ്സിലായി നിയമപരമായിട്ട് ഇത് തെറ്റാണ്. പക്ഷേ കൃത്യമായൊരു ഓഡിറ്റ് വെച്ച് 1000 രൂപേൻ്റെ ടിക്കറ്റ് 2 കോടി രൂപ അവർക്ക് കളക്ട് ചെയ്യണം. ഇപ്പം നമ്പർ ഓഫ് ടിക്കറ്റ്സ് വിറ്റ് പോയത് വെച്ച് കൃത്യമായി അതിൻ്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ സർക്കാരിലേക്ക് അടച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ നിയമപരമായിട്ട് ഇനി എന്തൊക്കെ രീതിയിൽ ചെയ്താലും ഒരു തെറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ ഖാദർ കരിപ്പൊടിയോട് പറഞ്ഞത്. നിയമപരമായിട്ടൊരു വെല്ലുവിളി നടത്തിയിട്ടല്ല ഒരു കാര്യം ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഫൈൻ, അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എൻഡ് കാര്യം. അതിന് മുകളിലേക്ക് വേറെ ഒന്നും ഒരു എക്സ്പ്ലനേഷനോ അതിനകത്ത് കൊടുക്കാനോ പറയാനോ ഇല്ല. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് വരുമ്പോൾ അഷ്കർ ടെക്കി പറഞ്ഞ പോലെ ഈ കുറേ റിയൽ എസ്റ്റേറ്റ് ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതും അല്ലെങ്കിൽ ഇത്ര തന്നെ പൈസ കിട്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ചെയ്യാൻ പോയ ആളുകൾ കൃത്യമായിട്ട്, ഇപ്പോൾ അതിലുള്ള എല്ലാ ആളുകളെയും ഞാൻ പറയുന്നില്ല, ഖാദർ കരിപ്പൊടിയോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകളോട് കൃത്യമായിട്ട് ഈ വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ, പബ്ലിക്കിൽ എന്തിനെങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം അവർക്ക്. അപ്പോൾ അങ്ങനെ വിറ്റ് പോവാണെന്നില്ല, അപ്പോൾ അത് വിറ്റ് പോകുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഒരു കുടുംബം തകർന്നിരിക്കുമ്പോൾ, ഒരാൾ കുട്ടിച്ചോറായിട്ട് ഒരാൾ അയാളുടെ ലൈഫിലെ ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ആ വസ്തു എങ്ങനെ അടിച്ചു മാറ്റുക എന്നുള്ളത് ആലോചിച്ച് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകളുള്ള ഒരു നാടാണിത്. അത് കർണാടകയാണെങ്കിൽ കേരളമാണെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഏറ്റവും വലിയ പരിപാടി അതാണ്.
ഒരു മനുഷ്യന്റെ ഇല്ലായ്മ ചൂഷണം ചെയ്യുക, ഒരു മനുഷ്യന്റെ അധപ്പതനത്തിൽ അയാളെ വന്നിട്ട് അയാളുടെ മുതലും സ്വത്തും അടിച്ചുകൊണ്ട് പോയിട്ടും ചൂട് പൈസയ്ക്ക് എന്നുള്ളതാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ടീമിന്റെ പരിപാടി. പിന്നെ മതപരമായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്യാം, പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ ഒക്കെ ഇടപെട്ടിട്ട് ഇയാളെ സഹായിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ താല്പര്യം ആ വ്യക്തി ഉണ്ടാക്കി വെച്ച, അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും മുതലും തന്നെ വിറ്റിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാനാണ് അയാളുടെ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഈ രീതിക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ നിയമത്തിനെ വെല്ലുവിളിച്ച് നടത്തുന്ന കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യമാണ്. അത് ഖാദർ കരിപ്പോടി ആണെങ്കിലും സായി കൃഷ്ണ ആണെങ്കിലും അഷ്കർ ടെക്കി ആണെങ്കിലും അതൊരു ആസ് ആൻ ഇൻഫ്ലുവൻസർ, ആസ് എ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു സോഷ്യൽ മീഡിയക്കകത്ത് ആക്റ്റീവായിട്ട് ഉള്ള ഒരാൾ, നമ്മളെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വ്യക്തിക്കുള്ള നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ സ്വയം ചിന്തിക്കണം, നിയമത്തിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ നിയമം വിലക്കിയ കാര്യങ്ങളോ നമ്മൾ ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഓക്കെ, അതൊരു പേഴ്സണൽ, ആസ് എ പേഴ്സൺ അത് നമ്മുടെ കാര്യമാണ്, നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനമാണ്. ഫൈൻ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അതിന് റെഡിയല്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. ഫൈൻ. ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ഭയങ്കര റെസ്പോൺസിബിൾ ആണ് ആ കാര്യത്തിൽ. അപ്പോൾ ഖാദർ കരിപ്പോടി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ ലോട്ടറിയുടെ കാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വീട് വിൽക്കാനുള്ള ലക്കി കൂപ്പൺ വീഡിയോ പുറത്തിട്ടത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർഷനിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് സായി ഞാനത് ചെയ്തത്. നിയമപരമായിട്ട് എത്ര രൂപ വന്നു, എത്ര രൂപ പോയി, എത്ര രൂപയുടെ ട്രാൻസാക്ഷനാണ് അവിടെ നടന്നത്, കൃത്യ ഓഡിറ്റ് വെച്ച് അത് കൃത്യമായിട്ട് നിയമവിധേയമാക്കിയിട്ട് തന്നെ മുന്നോട്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആ വ്യക്തി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ രോഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കൺസിഡർ ചെയ്യുന്ന നിയമത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നും നിയമത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അങ്ങനത്തെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് റിലാക്സേഷൻ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി എന്നോട് ഖാദർ പറയുന്നുണ്ടായിരുന്നു. ഇനി പബ്ലിക് കേരള എന്ന് പറഞ്ഞ ഖാദർ കരിപ്പോടിയുടെ ചാനലിനകത്ത് ആ വ്യക്തി ഇട്ട കമൻ്റ് ഉണ്ട്, അഷ്കറെ നിങ്ങൾ പറഞ്ഞ നിയമപരമായ കാര്യത്തെ ഉൾക്കൊള്ളുന്നു, ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഒരു രോഗിയാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ നാട്ടിലെ ആരോട് വേണമെങ്കിലും അന്വേഷിക്കാം, സ്റ്റാർ കോഫി ലിങ്ക് എന്ന കൂർഗിലെ കോഫി ഫാക്ടറിയുടെ ഉടമയാണ്, വീട് വിറ്റാൽ കടം തീരില്ല, അസുഖം മുന്നിൽ കണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘം മനഃപൂർവ്വം വില ചവിട്ടി പറയുകയാണ് അയാൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. 2 കോടിക്ക് മുകളിൽ എൻ്റെ അറിവിൽ കടമുണ്ട്. നിലവിൽ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അവിടുത്തെ ജനപ്രതിനിധികളായുള്ള ആളുകൾക്കുമൊക്കെ അവരുടെ നിർദ്ദേശപ്രകാരം സഹായിക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഓക്കെ, അവിടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞു ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഈ നിമിഷം വരെ ഒരു രൂപ പോലും എനിക്കായി വാങ്ങിയിട്ടില്ല. നിയമവും നീതിയും മനുഷ്യന് വേണ്ടിയാണ്. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യുന്നതിലും നല്ലത് ഈ വീഡിയോ എന്ന് ഞാൻ കരുതി താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തെ പരിഗണിക്കുന്നു. ഇത് പൂർണ്ണമാക്കാതെ എനിക്ക് ഒഴിവാക്കാനും പറ്റില്ല. താങ്കൾ പറഞ്ഞ ചില പരാമർശങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഉൾക്കൊള്ളുന്നു. സോ ഹീ ഹിംസെൽഫ് ആക്സെപ്റ്റഡ്. ഓക്കെ, ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അഷ്കർ ടെക്കി എടുത്തു പറഞ്ഞ ഓരോ പോയിന്റും കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യത്വത്തിന്റെ ത്രാസിൽ തൂക്കി നോക്കുന്ന സമയത്താണ് ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വീഡിയോ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാവരും അത് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. ഖാദർ കരിപ്പൊടി എന്നോട് പറഞ്ഞ വേർഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ എഴുതിയിട്ടിലും ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ആ വ്യക്തിയെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ക്ലോസ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നതും നമ്മൾ അത്രയും ക്ലോസ് ആണ്. സോ ആ വ്യക്തിയിൽ എനിക്കുള്ളൊരു ഉറപ്പുണ്ട്, ആ വ്യക്തിയായിട്ട് ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ചെയ്യില്ല എന്നുള്ളത്. അത് ഞാൻ എന്ന് പറഞ്ഞ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫ്രണ്ട്സിനെ കുറിച്ച് പല കാര്യങ്ങളും വരുന്ന സമയത്ത് ഞാൻ തന്നെ പറയാറുണ്ട്, അവൻ അങ്ങനെ ഒരുത്തനാണെന്ന് എനിക്കറിയാമായിരുന്നു, അവനങ്ങനെ പെട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്യും എന്നുള്ള ഒരുത്തനാണെന്ന് അറിയാമായിരുന്നു. ഒന്നും വേണ്ട. ഈ റീസെൻ്റ്ലി ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് സ്വന്തം വൈഫായുള്ള സ്നേഹ ക്യൂ നിൽക്കാതെ VIP ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കയറുന്ന ഒരാളാന്ന് വരെ വിളിച്ച് പറഞ്ഞ ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് തെറ്റെന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാറുണ്ട്. ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ഒരു രൂപ പോലും ഇതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അത് അയാൾ ചെയ്തെന്നുള്ളതും എന്നോട് പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇനി വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം, ഓക്കെ ഫൈൻ. പക്ഷേ എല്ലാവരും
ഇതേ മെന്റാലിറ്റിയിൽ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇത് നാളുകളിൽ ഒരു വലിയ സ്കാം ആവാൻ ചാൻസ് ഉള്ള സാധനം തന്നെയാണ്. അവിടെ അഷ്കർ ടെക്കി പറയുന്നത് 100% ശരിയാണ്. കാരണം ഇന്ന് അഷ്കർ ടെക്കി ഇത് പറഞ്ഞു, ഇന്നേ വരെ ഈ വീട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരാളും ഒരു പരാതിയും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ നാളുകളിൽ ഒരു വീട് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരു വീട് ഉണ്ടാക്കുന്നു, അവർക്കിത് വിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 40 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റാണ് അവർ ഉണ്ടാക്കിയത്. അവർ ഇതേപോലെ ഒരാളെ കണ്ടുപിടിക്കുന്നു, ഒരു യൂട്യൂബറിനെ കൊണ്ടുവരുന്നു, ആ യൂട്യൂബർക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമർക്കോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് അവർ ഇത്ര രൂപ പറയുന്നു, ആ വീടിന് അവരൊരു മൂല്യമിടുന്നു, ഒരാളെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആളുകൾക്ക് ഇടയിലേക്ക് ഇതേപോലെ നാളെ ഒരു വീഡിയോ ചെയ്തിടാം. അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. എല്ലാം നമ്മൾ മനുഷ്യന്മാർ മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മൾ അതും വിശ്വസിച്ചു പോകും. ഇപ്പൊ നാളുകളിൽ ഇത് ആളുകളെ ചീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് മാറാം, ഇതൊരു വലിയ സ്കാം ആയിട്ട് മാറാം എന്നുള്ള രീതിയിൽ അഷ്കർ ടെക്കി ഇത് എടുത്ത് പറഞ്ഞത് ഞാൻ അഷ്കർ ടെക്കിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. 100% അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതോ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒന്നിന് തട്ടിപ്പായി മാറാനും ചാൻസ് ഉണ്ട്. അതും ഞാൻ പറയുന്നത്. സോ അങ്ങനത്തെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അഷ്കർ ടെക്കി എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിയമപരമായിട്ടും ഇല്ലെങ്കിൽ ഇതിലൊരു സ്കാം നടക്കാം എന്നുള്ള കാര്യങ്ങളും 100% ശരിയാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത വീഡിയോയിൽ എനിക്ക് ഖാദർ കരിപ്പൊടിയുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് മനസ്സിലായ കാര്യം, ആ വ്യക്തി അത് കംപ്ലീറ്റ്ലി അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ പേഴ്സൺ അതിന്റെ റിസ്ക് കംപ്ലീറ്റ്ലി ഏറ്റെടുത്തിട്ടുണ്ട്. അയാളായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾ ആ ഒരു പെർട്ടിക്കുലർ വീടിന് വേണ്ടി, ആ വ്യക്തിക്ക് വീടിന്റെ ഓണറിന് വേണ്ടി ചെയ്ത ആ ഒരു കോണ്ടന്റിന്റെ മുകളിൽ എല്ലാ റിസ്ക്കും ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സോ ആ വ്യക്തിയോടുള്ള വിശ്വാസത്തിന്റെ മുകളിലാണ് ഞാൻ പറയുന്നത്. അയാളൊരു പറ്റിച്ചു പോണ വ്യക്തിയോ അല്ലെങ്കിൽ പറ്റിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ആ വ്യക്തി സഹായിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്, പക്ഷെ അത് നിയമവിരുദ്ധമാണ്, 100% നിയമവിരുദ്ധമാണ്. ഓക്കെ, പെരുമഴയാണ് ഈ വീട്ടിൽ വരാൻ പോണത്, ഒരു രക്ഷയില്ല. ഈ വീട് കിട്ടണവന് പെരും ഭാഗ്യം പറഞ്ഞ കണ്ട, സോളാർ വരെ ഉണ്ട്. ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നവന് കറണ്ട് ബില്ലും കൊടുക്കണ്ട, 3-4 ലക്ഷം റുപ്യന്റെ സോളാർ വരെ ഇതിൽ ഫിറ്റ്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടെന്ന് വെച്ചാൽ പുറത്തൊരുപാട് പുതിയ നമ്പർ ഇടാത്ത കാറുകളും ബൈക്കുകളും ഒക്കെ മുമ്പിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. ഓക്കെ, കിക്കിനിൻ്റെ മെയിനായിട്ടുള്ള ആളുകളാണ് ഈ പൊട്ടത്തരങ്ങൾ മുഴുവൻ കാണിച്ചു വിട്ടുന്നത്. ഇതിൻ്റെ മുമ്പേ ആന അങ്ങനെയാണ്, ആനനെ അങ്ങനെ ആക്കരുത്, ആനക്ക് നടക്കാൻ നല്ല സ്ഥലങ്ങൾ കാടാണ്, റോട്ടിലൂടെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളമ്പിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? ഒരു വലിയൊരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കിക്കിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ആനനെ കൊണ്ടുവന്നിട്ട് ഇവന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ആനയല്ല, ഇക്കാൻ്റെ കാവേരിയാണ് എന്ന്. ഒരു വിധത്തിലുള്ള വകതിരിവും ഇല്ലാത്തവന്മാരാണ് ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ മെയിനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ. ഒരു വിധത്തിലുള്ള വിവരമില്ല. ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കാ അത് അങ്ങനെയാണ് എന്നങ്ങോട്ട് സ്വന്തം തീരുമാനിക്കുന്ന കുറച്ച് ആളുകളാണ് ഇതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതും ഇതുമായിട്ട് നിൽക്കുന്നത്. ഒരു മൃഗത്തിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ചങ്ങല കിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചിട്ട് അത് ഇക്കാൻ്റെ കാവേരിയാണെന്ന് പറഞ്ഞിട്ട് അത് ആനയല്ല എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. പിന്നെ എന്ത് പറയാനാ? ഇവന്മാർക്ക് ഇതിനെക്കുറിച്ച് സ്കാം എന്താന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ജിമ്മി, ഈ ഒരു എൻഫീൽഡ്, ഈ ഒരു ഹോണ്ടയുടെ സ്കൂട്ടി, ഈ വീട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിൽ കവിൻ്റെ വീട്ടിൽ വന്നതാണ്. അവിടുന്ന് മണിയേട്ടൻ്റെ സുഹൃത്തായ നാസിർ ഖാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മണിയേട്ടൻ നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് നറുക്കെടുപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ നറുക്കെടുപ്പ് സമ്മാനമൊക്കെ കിട്ടി. കേരളത്തിൽ മലപ്പുറത്ത്, കോഴിക്കോട്, അങ്ങനെ നമ്മൾ കേരളത്തിലാണ് അധികം സമ്മാനം കിട്ടിയിട്ടുണ്ടായത്. ഇപ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ മണിയേട്ടൻ്റെ സാർ, നിങ്ങളുടെ സംസ്ഥാനത്ത് ഈ ഒരു സംഭവം ഇല്ലീഗലാണ് സാർ. അതെന്താണ് മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ സംസ്ഥാനത്ത് ഇത് ഇല്ലീഗലാണ്. ഇങ്ങനൊരു സംഭവം 2007 മുതൽ പറ്റൂല. എല്ലാ തരത്തിലുള്ള ലോട്ടറി അവിടെ നിരോധിച്ചതാണ്. പിന്നെ നമ്മുടെ KL ബ്രോ ബിജു ഋത്തിക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ അവിടെ എന്തോ കർണാടകയിൽ കൊടകുമായിട്ടൊക്കെ എന്തോ ഒരു ടച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് ചെയ്തു പോയതായിരിക്കും. എന്താണെങ്കിലും കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെട്ടിത്തരാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ശരിക്ക് കേസാവണം, എന്നാലേ ഇൻഫ്ലുവൻസേഴ്സിനൊരു പാഠമാവുള്ളൂ. 5 ബെഡ്റൂമിൽ 2400 സ്ക്വയർ ഫീറ്റിലെ വീടും പോലെ നല്ലൊരു ജിമ്മിന്റെ വണ്ടികളൊക്കെ ബുള്ളറ്റ്, അതേപോലെ ആക്റ്റീവ വാടക ചെയ്യേണ്ട ഇത്ര
കുഞ്ഞാമ്പാണ്ടിക്കാടിന് പിന്നെ ഒരു ചാണകം ഇല പൊതിഞ്ഞിട്ട് ഉണ്ടയാക്കിയിട്ട് അതിന്റെ റിവ്യൂ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 5000 രൂപയും കൊടുത്താൽ പുള്ളി അത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ അഷ്കർ ടെക്കി ഇപ്പോൾ KL ബിജുവിന്റെ മൊയ്നൂസ് വ്ളോഗിന്റെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒക്കെ വീഡിയോ എടുത്തു വെച്ചിട്ട്, പിന്നെ അതിലെനിക്ക് തോന്നുന്നു ഉപ്പിയും ഉമ്മയോ ലൈക്ക് ഉപ്പിയും മാനും അങ്ങനത്തെ ഒരു ചാനലിലുള്ള ഒരാളുടെ വീഡിയോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഘടന, ഓക്കെ, ഈ സംഘടനയുടെ ബൈലോയിലോ സംഘടനയിൽ എവിടെയും ഒരു വ്യക്തിയുടെ പേഴ്സണൽ പ്രൊമോഷൻസ് അയാൾ ചെയ്യുന്ന കോണ്ടന്റുകൾക്ക് അകത്തേക്ക് അൺടിൽ അൺലെസ് ഒരു FIR ഉള്ളൊരു കേസോ അല്ലെങ്കിൽ FIR ഇടാൻ പോകുന്ന ഒരു കേസോ അല്ലെങ്കിൽ ഒരു മേജർ അലിഗേഷൻ, ഓക്കെ, ഒരു സൊസൈറ്റിയിൽ ഏറ്റവും മോശമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിലുള്ളൊരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു വ്യക്തി, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ ബൈലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാളുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്, അതിലേക്ക് നമുക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ബൈലോയിൽ. കുറേ കാര്യങ്ങൾ പേഴ്സണലി അതിൻ്റെ മെമ്പറായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന രീതിയിൽ, അതായത് അത് നോർമലി എല്ലായിടത്തും ഉള്ള പോലെ, ഇപ്പോൾ ലഹരിയാണെങ്കിൽ ആ ലഹരി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ആനയുടെ കാര്യം അഷ്കർ ടെക്കിക്ക് എവിടെയോ ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയോട് ഒരു ഭയങ്കര അട്ടർ ഈഗോ ഉള്ളത് പോലെയോ, അല്ലെങ്കിൽ ആരോ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഷ്കർ ടെക്കിയോട് പറഞ്ഞ പോലെയോ ഉണ്ട്. എനിക്കിത് പേഴ്സണലി ഫീൽ ആവുന്നത്. നീ പറഞ്ഞ മോനെ ഒരു കുഴപ്പമില്ല, നിനക്ക് പറയാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കാര്യം ഒരു മാതൃകയാവണം, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മൾ തെറ്റ് ചെയ്ത ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ കാര്യം നിങ്ങൾക്ക് പറയാം, അത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പരിപാടിയിൽ നടന്ന കാര്യമാണ്. ഓക്കെ, ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ട് ഇരിക്കുന്ന സംഘടന അവിടെ ഉണ്ട്. സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല ഖാദർ കരിപ്പൊടി ഈ ഒരു വീടിന്റെ കാര്യം ചെയ്തത്. സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ സംഘടനയ്ക്ക് പൈസ വരാൻ വേണ്ടിയിട്ടോ അല്ല ഖാദർ കരിപ്പൊടി ഈ ഒരു കാര്യം ചെയ്തത്. ഖാദർ കരിപ്പൊടി അയാളുടെ സ്വയം താല്പര്യത്തിലും അയാളുടെ ചാനലിന്റെ ഇതിലും അയാളൊരു വ്യക്തിയെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ചെയ്തത്. അത് അയാളുടെ സ്വന്തം ഇഷ്ടമാണ്. അതിന് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുമായിട്ട് നിനക്ക് ബന്ധിപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് അഷ്കർ ടെക്കിയോട് വളരെ മാന്യമായിട്ടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അഷ്കർ ടെക്കി, നിനക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയോട് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം നീ കാണിക്കണം. അറ്റ്ലീസ്റ്റ് അത് എന്നോടെങ്കിലും നീ പേഴ്സണലി പറയാൻ നിനക്ക് പറ്റിയാൽ പറയാം. അല്ലെങ്കിൽ നിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇതേ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആയിട്ടുണ്ട്, നിനക്ക് അവരോട് പറയാം. അല്ലെങ്കിൽ ഇതേപോലൊരു വീഡിയോ ഇടുന്ന സമയത്ത് നിനക്ക് ഇവിടെ ഈ പഴയ ആനക്കാരും കൃത്യമായിട്ട് നീ ഇട്ട വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ട്. നമുക്ക് തെറ്റ് പറ്റി, ഇനി ഭാവിയിൽ പറ്റാതെ നമ്മൾ നോക്കും എന്ന് പറഞ്ഞ വളരെ മാന്യമായ റിപ്ലൈ നിനക്ക് നിങ്ങൾ തന്നിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ഇതേപോലെ കോണ്ടന്റ് ചെയ്യുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇവന്റുകളോ പ്രോഗ്രാമോ വരുമ്പോൾ നിനക്ക് ആ ഒരു കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ അതിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം AMMA അസോസിയേഷൻ വരുന്ന സമയത്ത് അതിലെ പല നടന്മാരും നടിമാരും ടെക്നീഷ്യൻസും ബാക്കിയുള്ളവരൊക്കെ ഒരു അസോസിയേഷനിലുള്ള ആളുകൾ അവർ ഇൻഡിവിജ്വലി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്ക് പൊതുവെ കാണുന്നത് ഒരു അസോസിയേഷന് മുകളിലേക്ക് കയറാം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ വ്യക്തികൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർ ചെയ്യുന്ന കാര്യത്തിനോ ഓടി വരുന്നത് അസോസിയേഷൻ്റെ മുകളിലേക്ക്. അത് നീ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിനകത്ത് നിനക്കത് കൊണ്ടുവന്ന് എടുത്തിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സോ അത് നിന്റെ എന്തോ ഒരു പേഴ്സണൽ പ്രശ്നമാണ്. അത് നീ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫൈൻ, ഞാൻ പറഞ്ഞു ഇതുമായിട്ട് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് ഒരു നോ ലേനാദേന. ഇത് കേസാവുന്നത് വരെ ഇപ്പം ഈ ഒരു വിഷയം ഇതൊരു സ്കാമാണ് എന്നും ഇതിൽ കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട് എന്നും ഈ ഒരു വിഷയത്തിൽ ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതും കേസാവുകയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ആരെങ്കിലും വന്നിട്ട് ഇതിനകത്തൊരു ഔട്ട്ബ്രേക്ക് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അപ്പോൾ അസോസിയേഷൻ്റെ മെമ്പറാണ്, അത് സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ മെമ്പർ അതിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ അസോസിയേഷൻ നടപടി എടുത്തിരിക്കും. ഓക്കെ, സോ ആ കാര്യത്തിലൊന്നും അഷ്കർ ടെക്കിക്ക് ഒരു പേടിയും വേണ്ട. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല, ഇനി പിന്നോട്ട് പോകുകയില്ല. ഫൈൻ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ ആവശ്യമുള്ള ക്രിറ്റിസിസം എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അനാവശ്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പേര് വലിച്ചഴച്ചിടുന്നത് അത് നിന്റെ പേഴ്സണൽ എന്തോ പ്രശ്നമാണ്. അതെന്താന്നുള്ളത് നീ പറയുന്നത് നമുക്ക് അറിയുള്ളൂ. ഫൈൻ.
ഓക്കെ, ഇനി കമ്മിങ് ടു ദിസ് കോണ്ടന്റ്, ഞാൻ വ്യക്തമായും കൃത്യമായിട്ടും പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല. ചെയ്യുന്ന വ്യക്തികളോട് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണോ എന്നുള്ളത് 100 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, കാരണം ഇതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അപ്പോൾ അവർ മനുഷ്യത്വത്തിൻ്റെ കാര്യം, മനുഷ്യനെ സഹായിക്കേണ്ട എന്ന് പറയുന്നില്ല. അപ്പോൾ പലർക്കും ചാരിറ്റി വീഡിയോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, ഒരു ക്രൗഡിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള വീഡിയോ, ചാരിറ്റി വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങനൊരു വഴി ഓപ്റ്റ് ചെയ്തതായിരിക്കാം. അതാണ് എനിക്ക് മനസ്സിലായത്. സോ അത് ചെയ്യുന്നതും നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കും മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇനി മുന്നോട്ട് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പും അവർ പറയുന്നുണ്ട്. അത് അവരുടെ കാര്യം. ഞാൻ പറയുന്നു, ഞാൻ പേഴ്സണലി ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇനി അത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കിട്ടില്ല. അതിനി എത്ര ക്ലോസ്, എത്ര അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അത് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം നാളുകളിൽ വലിയൊരു സ്കാം ആകാം, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ലക്കി ഡ്രോസ് ഒരു സ്കാം ആയിട്ട് മാറാം. അത് ഞാൻ 100% പറയുന്നു. കാരണം എല്ലാവരും 1000 രൂപ കൊടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനുള്ള മെന്റാലിറ്റിയിലല്ല കൂപ്പൺ എടുക്കുക. പലരും 1000 രൂപ കൊണ്ട് അവരുടെ ഭാഗ്യം പരീക്ഷിക്കും. വീടില്ലാത്ത ഒരാളാവും ചിലപ്പോൾ 1000 രൂപ കൊടുത്തിട്ടൊരു ലക്കി ഡ്രോ കൂപ്പൺ എടുക്കുന്നത്. അയാൾക്കത് 1-2 കൂപ്പൺ എടുത്തിട്ട് അയാളെ പൈസ പോയി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നാളുകളിൽ അയാളത് വിളിച്ചു പറയും. പിന്നെ അഷ്കർദയ്ക്ക് പറഞ്ഞ പോലെ 1000 രൂപയ്ക്ക് ഇപ്പോൾ ബോച്ചേട്ടിയുടെ കൂട്ടത്തിൽ ഒരു ചായപ്പൊടിയെങ്കിലും കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ എന്താ കിട്ടുന്നത്? 1000 രൂപ നിങ്ങൾ കൊടുക്കുന്നു. അപ്പൊ 1000 രൂപ കൊടുക്കുന്നതിൽ മെജോറിറ്റി ആളുകളും ഞാൻ കണ്ടിടത്തോളം ഒരാളെ സഹായിക്കണം എന്നുള്ള മെന്റാലിറ്റിയിൽ കൊടുത്തിട്ട് പോകുന്നവരാണ്. ഓക്കെ, പിന്നെ നീ പറഞ്ഞ മറ്റേ റിയൽ എസ്റ്റേറ്റ് ടീമുകൾ അല്ലെങ്കിൽ ഇതൊരാളെ സഹായിക്കാൻ വേണ്ടുന്ന ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൂടെ? ചിലപ്പോൾ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ള സിറ്റുവേഷൻ ആവും ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു, എന്ത് മനസ്സിലാക്കിയാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുമ്പോൾ ഓരോ ഇൻഫ്ലുവൻസറും ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും അവരുടെ ലിമിറ്റ്സ് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. മനുഷ്യത്വം നമുക്ക് കൺസിഡർ ചെയ്യാം, ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻസ് നമുക്ക് വെക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ നാളുകളിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് ഒരു ഹ്യൂജ് സ്കാം നടന്നു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റി നമ്മളെ തലയിൽ വന്നിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് എടുത്തു വെച്ച് ഇത് നാളെ ഒരു വലിയ സ്കാം ആക്കാൻ, അതിൽ നിന്നൊരു തട്ടിപ്പിന്റെ ഫോർമാറ്റ് ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ അവർക്ക് നിയമപരമല്ലാത്തൊരു കാര്യം ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു മാതൃകയാവാനും പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ 24 ന്യൂസ് അവരിത് സെയിം കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ കൂടി വന്നു. ഒരു 10-15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തില് പിന്നെ വൈഫിന് ട്രീറ്റ്മെന്റ് ക്യാൻസർ. ഓക്കെ, അപ്പൊ 24 ന്യൂസിൽ വന്ന വീഡിയോക്കകത്തും ആ വീടിന്റെ ഓണർ പറയുന്നത് അയാളുടെ കടബാധ്യത, അവരുടെ രോഗം, അവരുടെ സിറ്റുവേഷൻ, അവിടെയാണ് 24 ഒരു താങ്ങ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ അവിടെ കൊണ്ടുപോയിട്ടത്. അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അയാൾ ആ അച്ചടിച്ചിട്ടുള്ള ഒരു കൂപ്പണ് ഒരു എക്സ്ട്രാ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടൊരു അതിനൊരു പ്രൊമോഷൻ. എങ്ങനെയാണോ കാതർക്ക് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ 24 ന്യൂസിനും കൃത്യമായിട്ട് അറിയുമായിരിക്കുമല്ലോ, ഒരു വ്യക്തിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫേമിന് അറിയുമായിരിക്കുമല്ലോ ഇതൊരു സ്കാം ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് നിയമത്തിനെ വെല്ലുവിളിക്കുന്ന കാര്യമാണ്, ഇതൊരു സമാന്തര ലോട്ടറി സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണെന്ന് അവർക്കും അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ അവരും ആ ഒരു വീഡിയോ ചെയ്തത്. അവരും ആ വീഡിയോ ചെയ്യാൻ കാരണം എന്താ? ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കി, അയാളുടെ അവസ്ഥ നോക്കിയിട്ടാണ് അവരും അത് ചെയ്തതെന്നുള്ളതായിരിക്കും അവരുടെ എക്സ്പ്ലനേഷൻ. കാരണം നീ ചോദിച്ച പോലെ ഒരു മറ്റേ റിയൽ എസ്റ്റേറ്റ് ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. 100 രൂപേൻ്റെ സാധനം 10 രൂപയ്ക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ അവർ നോക്കും. ഒരു മനുഷ്യന്റെ അവസ്ഥ അവർ കൺസിഡർ ചെയ്യില്ല. അല്ലെങ്കിൽ അഷ്കർ ടെക്കി ഇപ്പൊ ഇത്രയും പറയുമ്പോൾ അഷ്കർ ടെക്കിയെ കൊണ്ട് പറ്റണം അതൊരു റിയൽ എസ്റ്റേറ്റ് ടീമിന് കൊടുത്തിട്ട് അത് വിറ്റിട്ട് 2 കോടി രൂപ അവിടെ കൊടുക്കാൻ. നമ്മളെ കൊണ്ട് സാധിക്കില്ല അതൊരിക്കലും. ഇപ്പം ഞാനാണെങ്കിലും അഷ്കർ ടെക്കി ആരാണെന്നുണ്ടെങ്കിൽ ഇവരോട് ഇത് ചെയ്യണ്ട എന്ന് പറയുന്നവർ നമ്മളൊരു സൊല്യൂഷനും കൂടി ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൊണ്ടത് പറ്റൂല. പക്ഷേ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അത് നമ്മളെ കൊണ്ട് പറ്റും. അത് നമ്മൾ സെൽഫായിട്ടേ പറ്റും. നമുക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്ത് പറയിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനും പറ്റില്ല. ഓക്കെ, സോ ഓരോ കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ, അവർ ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്നുള്ളൊരു കാര്യം എനിക്ക് പറയുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും
എന്നെ അറിയുന്നവരാണെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അൺടിൽ അൺലെസ് നമ്മുടെ നാട്ടിൽ നമ്മളെ നിയമം പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നിയമത്തിനകത്ത് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിനകത്തൊരു സ്കാം നടന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, അത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ആളുകളാണ് അതിനകത്ത് ഇൻവോൾവ് ആയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി അവിടെ എടുത്തിരിക്കും. ഫൈൻ. എന്താണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാതിരിക്കുക. അതൊരു റിക്വസ്റ്റാണ്.